ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആണ്. രാവിലെ 6:15 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 6:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ അത് അടുക്കളയിലെത്തി. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനത്തെ കുറച്ച് ഇറച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അത് പുറത്തെടുത്ത് വെച്ചിരുന്നു. അതേ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഇന്ന് കറിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കടിക്കും കറി ഇതാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടി ഇതാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒന്നിച്ചൊരു കറി വെക്കുകയാണേ. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയില്ല, അതുപോലെ തന്നെ കേട്ടോ. ഒന്നിച്ചൊരു കറിയാണ് കേട്ടോ. അങ്ങനത്തെ ഇറച്ചിയൊക്കെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അതിന് ശേഷം നല്ലോണം ഇറച്ചി ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഷിബിലിമോൾക്ക് എക്സാം ഉണ്ട് കേട്ടോ. നമ്മൾ ഫിനിമോൾക്ക് ഇന്ന് എക്സാം ഇല്ല. പിന്നെ ഉപ്പയും വീട്ടിലുണ്ട്. അപ്പോൾ ഒന്ന് ഉഷാറാക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കറിക്കുള്ള റെഡിയാക്കണം കേട്ടോ. പൊട്ടാറ്റോ ആദ്യം തന്നെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തു. പിന്നെ അതിലേക്ക് ബീഫ് ഇട്ടു കേട്ടോ. പിന്നെ അത് 1 സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത്യാവശ്യത്തിന് ഗരം മസാലപ്പൊടിയും പിന്നെ അത്യാവശ്യത്തിന് ഉപ്പും ചേർത്തുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട്, മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കാൻ മറന്നിരുന്നു കേട്ടോ. അതാണ് വീണ്ടും മിക്സ് ചെയ്യണത്. അങ്ങനെ ആദ്യം അതൊന്ന് വിസിലടിപ്പിക്കാൻ വെച്ചു കേട്ടോ. പിന്നെ കടി ബൂരിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ബൂരി ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് വെച്ചാൽ തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടുകൊണ്ട് അതിലേക്ക് തന്നെ പിന്നെ കൂടുതൽ മൈദമാവും ഒരിത്തിരി ഗോതമ്പ് പൊടിയും പിന്നെ ഒരിത്തിരി റവയും ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. എന്നിട്ട് അത് നമ്മൾ പത്തിരിക്ക് വാട്ടും പോലെ വാട്ടി കുഴച്ച് ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ടാണ് കേട്ടോ ബൂരി ഉണ്ടാക്കിയത്. അങ്ങനത്തെ ബൂരിയും റെഡിയായി. പിന്നെ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ ആ സ്പോട്ടിൽ തന്നെ പപ്പടം പൊരിച്ചു കേട്ടോ. നമ്മുടെ വീഡിയോൻ്റെ ഫസ്റ്റിൽ നല്ല സൗണ്ട് ഉണ്ടല്ലേ, ഞാൻ ഫാൻ ഇട്ടിരുന്നു കേട്ടോ. അതതിൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. പിന്നെ ഞാനിത് പിറ്റേ ദിവസമാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പം എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഒരു സംഭവമാട്ടോ. ഞാൻ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ തന്നെ എനിക്കിങ്ങനെ ഫോൺ എടുത്തിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറക്ക് വരും കേട്ടോ. അപ്പം ഞാൻ ഫോൺ അവിടെ വെക്കും. പിന്നെ എപ്പോഴേലും ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫാൻ ഇല്ലാതെ ഒന്നും ഇപ്പോൾ ഇരിക്കാനും വയ്യല്ല, നല്ല ചൂടല്ല. അതാണ് കേട്ടോ ഫാനിൻ്റെ സൗണ്ട് കൊണ്ടാണ് നമ്മുടെ വീഡിയോൻ്റെ ആദ്യമൊക്കെ ഭയങ്കര സൗണ്ട് കേട്ടോ. അങ്ങനെ ഇത് പപ്പടം പൊരിക്കലും കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ഇത് ബീഫ് വേവിച്ചാൽ വെച്ചിരുന്നില്ലേ, അത് റെഡി ആയിട്ട് അതിൻ്റെ മസാല റെഡിയായി. മസാല സാധാരണ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇട്ട് ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി അതിലേക്കുള്ള മസാലകളൊക്കെ ഇട്ട് അങ്ങനെ തന്നെയാണ് ഇട്ട് ഉണ്ടാക്കിയത്. അങ്ങനെ പിന്നെ കറിക്കുള്ള തേങ്ങ ചിരണ്ടാട്ടോ. കാരണം രാവിലേക്കും ഉച്ചയ്ക്കും രാത്രിക്കും ഇതന്നെ കറിയാക്കാമെന്ന് വെച്ചിട്ടാട്ടോ തേങ്ങ കറിയാക്കിയത്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തു. പിന്നെ ഇത് അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു. 2 ചെറിയ ഉള്ളിയും പിന്നെ വലിയ ജീരകവും ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ തേങ്ങ അരക്കുന്നത്. അങ്ങനെ കറിയിലോട്ട് തേങ്ങ അരച്ച് കൊടുത്ത് നമ്മുടെ കറി റെഡി ആയിട്ടാണ്. അതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഒന്നുകൂടി തിളക്കാൻ വേണ്ടിയിട്ട് ഈസി വെക്കുമ്പോൾ വെക്കുകയാണ്. പിന്നെ ഇത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കണ്ട, ചെറിയ ഉള്ളിയും വേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തതാണ് കേട്ടോ ഇത്. പിന്നെ ഇത് അതിൻ്റെ മുകളിൽ കുറച്ച് ചപ്പ് ഇട്ട് കൊടുത്ത് അങ്ങനത്തെ നമ്മൾ ബീഫ് കറി റെഡി ആയിട്ടാണ്. അങ്ങനത്തെ കറി റെഡി ആയിട്ടാണ്. പിന്നെ അതിന് ശേഷം തൈര് റെഡിയാക്കണം കേട്ടോ. പിന്നെ വലിയ ഉള്ളിയും പിന്നെ 2 ക്യാരറ്റും പച്ചമുളകും കൂടി ഇട്ടിട്ട് അതൊന്ന് ചോപ്പറിലിട്ട് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ അതിലോട്ട് അത്യാവശ്യത്തിന് തൈരും പിന്നെ ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിന് ശേഷമാണ് ഒരു തക്കാളി ഇട്ടാലോ ഒന്ന് തോന്നിയത്. അപ്പോൾ ഒരു തക്കാളി എടുത്തുകൊണ്ട് അതൊന്നും കട്ട് ചെയ്തെടുത്തു. അങ്ങനെ തൈര് റെഡി ആയിട്ടോ. അങ്ങനെ ഏകദേശം രാവിലത്തെ ഉച്ചക്കത്തെ അടുക്കള പണികളൊക്കെ കഴിഞ്ഞതോ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കാം കേട്ടോ. ചോറ് പിന്നെ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഈ പണികളൊക്കെ ചെയ്തപ്പോഴേക്കും അടുക്കള നേരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തന്നെ പാത്രം കഴുകിയേക്കണ്ടേ, വേറെ ആരും പാത്രം കഴുകിയേക്കാനൊന്നും വരുമൊന്നുമില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴുകി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കി. അങ്ങനെ എൻ്റെ ഏകദേശം അടുക്കള പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കട്ടെ നമ്മൾ ഷിബിലിമോൻ എണീറ്റത്. അവന് പിന്നെ എണീറ്റാൽ പിന്നെ അവൻ്റെ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ പിന്നെ അവനെ റെഡിയാക്കും കേട്ടോ. ഇവനെ നിസ്കരിച്ചിട്ടാണ് കേട്ടോ കിടക്കാറ്. ഞാൻ എന്നും എൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സുബഹി നിസ്കരിക്കാൻ വേണ്ടി ഇവരെ വിളിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ വീണ്ടും കിടക്കുന്നതാണ് കേട്ടോ. മദ്രസ ഒന്നും ഇല്ലാത്തതോടെ നാളെ മുതൽ പിന്നെ അവർക്ക് പണിയായിട്ടാണ്. നാളെ മുതൽ പിന്നെ അവർ നേരത്തെ എണീക്കണം, മദ്രസ തുറന്നല്ലോ. ഫിനിമോൾ പിന്നെ കുറച്ച് നേരത്തെ എണീറ്റിട്ട് അവൾ ചായയൊക്കെ ആദ്യം കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നാളെ 2 പേരും മദ്രസ തുറക്കണ സന്തോഷത്തിലാണ് കേട്ടോ. ഫിനിമോൾക്ക് മദ്രസയിലൊക്കെ പോകാൻ വെച്ചത് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ 2 മക്കളും മദ്രസയിൽ ജയിച്ചിട്ടുണ്ട്. ഷിബിലിമോൻ 9ലേക്കുമാണ്, പിന്നെ ഫിനിമോൾ 4ലേക്കുമാണ് കേട്ടോ. ഫിനിമോൾ ചായ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഷിബിലിമോൻ്റെ നിർബന്ധത്തിനാണ് ഇട്ടിരിക്കണത്. എൻ്റെ കൂടെ ഇരിക്ക് എന്നിട്ടാണ് ഇരിക്കണത്.
അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ചായ കുടിക്കുകയാണ് കേട്ടോ. ഇക്ക പിന്നെ ആദ്യം കുടിച്ചിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഇവർ എത്ര നേരം വൈകി എണീറ്റാലും എത്ര നേരം വൈകി മദ്രസയിൽ നിന്ന് വന്നാലും ഇവർ വന്നിട്ടേ ഞാൻ കുടിക്കുള്ളൂ ചായ. അല്ലാന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഇക്ക പുറത്ത് പോവാണ് കേട്ടോ. പിന്നെ ഞാൻ മുറ്റടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. ഞാൻ അടിച്ചു തരാൻ വേണ്ടിയിട്ട് മുറ്റത്തിറങ്ങിയപ്പോഴേക്കും നമ്മൾ ഷിബിലിമോന് ഒരു പണി ഒപ്പിച്ചിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വള്ളി ഉണ്ടായിരുന്നില്ല, അതിൻ്റെ താഴ്ഭാഗം ഇവിടെയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് മുകൾക്ക് പടർത്തിയിട്ടുള്ളത്. അപ്പോൾ അത് വള്ളി മുരടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവുന്നില്ല കേട്ടോ. അപ്പോൾ അത് നോമ്പ് കഴിഞ്ഞിട്ട് അത് പിന്നെ വെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ അതല്ല, മുകളിലൊക്കെ അത് വള്ളി താങ്ങാഞ്ഞിട്ട് പിന്നെ താഴെ വീണ് കിടക്കുമായിരുന്നു കേട്ടോ, പാരപ്പറ്റുമൊക്കെ വള്ളി. അപ്പോൾ അത് വെട്ടാണ് കേട്ടോ. അപ്പോൾ അവന് ഒറ്റക്ക് വെട്ടണുണ്ടപ്പോൾ ഞാനും കൂടെ നിന്നെടുത്തു. ജാക്ക് ഫ്രൂട്ടിൻ്റെ വള്ളിൻ്റെ മുകൾ ഭാഗം ഒന്നും വെട്ടാനൊന്നും നിന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര വെയിലായിരിക്കുമല്ലോ. അപ്പോൾ അത് 2 ദിവസം അവിടെ അങ്ങനെ കിടക്കട്ടെ, അപ്പോഴേക്കും അതിൻ്റെ ഇലകളൊക്കെ പോകുമല്ലോ. അപ്പോൾ അതിന് ശേഷം വലിച്ചിടാമെന്ന് വെച്ചു. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. അതിന് ശേഷം കേട്ടോ വീണ്ടും അകത്തെ പണി നോക്കുന്നത് അടിച്ചു വാരാണ്. ഷിബിലിമോന് പിന്നെ പക്ഷികൾക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വരവാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം തുടക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ. നമ്മൾ ഷിബിലിമോന് എക്സാമിനുള്ളത് പഠിക്കുകയാണ്. കുറേയൊക്കെ പാഠപുസ്തകത്തിൽ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കും കേട്ടോ. അതിന് ശേഷം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഉണ്ടാവില്ല ഫോണിൽ, അത് നോക്കിയിട്ടാണ് കേട്ടോ ഈ പഠിക്കുന്നത്. അവനക്ക് എന്ന് എക്സാം ഉച്ചക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെയൊക്കെ പഠിക്കാൻ ടൈം ഉണ്ടല്ലോ. അങ്ങനെ തുടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വെക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഷിബിലിമോന് പോകുമ്പോഴേക്ക് ആവേണ്ടേ, അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിലൂടെ വന്നതാണ്. അപ്പോൾ തേങ്ങാച്ചോറ് വെക്കാമെന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ തേങ്ങാച്ചോറ് വെക്കുന്ന റേഷൻ അരി കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് അരി ആദ്യം തന്നെ നല്ലോണം ഒന്ന് കഴുകിയെടുക്കുകയാണേ. അരിയും ഉലുവയും കൂടി കേട്ടോ കഴുകിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വ്ളോഗിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. അങ്ങനെ കഴുകിയ അരി കുക്കറിലേക്ക് കൊടുത്തു കേട്ടോ. അതിന് ശേഷം തേങ്ങ ചിരണ്ടി വെച്ചിരുന്നു, അതൊന്നിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ക്ലീനാക്കി വെച്ചിരുന്നു കേട്ടോ, അതൊന്നിട്ട് കൊടുത്തു. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ നെയ്ച്ചോറിൽ ഇടുന്ന ഇല ഉണ്ടല്ലോ അതൊന്നിട്ട് കൊടുത്തു. പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പിന്നെ ഒഴിച്ച് കൊടുത്തത് കറക്റ്റായിരുന്നു. അങ്ങനെ തുടക്കലിൻ്റെ കൂടെ തേങ്ങാച്ചോറ് റെഡി ആയിട്ട് അതിന് ശേഷം അലക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇന്ന് പിന്നെ കല്ലിലാട്ട് അലക്കുന്നത്. ഞാൻ കൂടുതലുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇടാറുള്ളൂ. പിന്നെ അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നാളെ മദ്രസ തുറക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഷിബിലിമോൻ്റെയും ഫിനിമോളുടെ ഒക്കെ ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ. പഴയ ബാഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏതായാലും പിന്നെ നല്ല വെയിലുണ്ടല്ലോ, അപ്പോൾ പിന്നെ വെയിലത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഷിബിലിമോൻക്ക് എക്സാമിന് പോകാൻ സമയമായിട്ടാണ്. അപ്പോൾ ഉമ്മച്ചി ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇടയിലൂടെ പിന്നെ ചോറ് വിളമ്പി കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ആദ്യമായിട്ടായിരിക്കുമല്ലേ നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ട് തേങ്ങാച്ചോറ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ മഞ്ഞൾപ്പൊടി ഇടാത്ത തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. പിന്നെ ഇത് വയനാട്ടിൽ നാത്തൂമാരൊക്കെ ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ്. പിന്നെ ഇവിടെയൊക്കെ തേങ്ങാച്ചോറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേവുള്ള അരിയിലാട്ടോ വെക്കാറ്, റേഷൻ അരി കൊണ്ടൊന്നും ഉണ്ടാക്കാറില്ല. എന്നാലും ഞാൻ പിന്നെ വയനാട്ടിൽ നാത്തൂമാരൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഇടയ്ക്ക് ഇതുപോലെ റേഷൻ അരി കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എന്താണ് ഒരു കുഴപ്പമെന്ന് അറിയാം, വെള്ളം പാകമായി കിട്ടണം കേട്ടോ. വെള്ളം പാകം ആയി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റേഷൻ അരി അല്ലേ പണിയാവും. അങ്ങനെ നമ്മളെ കുട്ടിപ്പട്ടാണങ്ങൾ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയണം കേട്ടോ. അതിനുശേഷം ഞാനും ഇക്കും കൂടി ചോറൊക്കെ തിന്നു കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാക്കി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ മതി വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.